പി എസ് സുനിൽ. ഗുഡ് മോർണിംഗ് പി എസ് സുനിൽ. ഏകദേശം 8:30 AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടയിൽ നോബൽ നേരത്തെ സൂചിപ്പിച്ച ഈ സമാധി സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം അത് അവസാനിച്ചോ? കോൺഗ്രസും ഇപ്പോൾ ശിരോമണി അകാലിദളും ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി അപമാനിച്ചു എന്നൊരു രാഷ്ട്രീയമായ പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ നിതംബോധ് ഘട്ടിലുള്ള ചടങ്ങുകൾക്കു ശേഷം സ്ഥലം അനുവദിക്കാം എന്നാണോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ആ വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ പി ആർ സുനിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് AICC ആസ്ഥാനത്താണ്. AICC ആസ്ഥാനത്ത് ഏതായാലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിട പറയാനുള്ള അവസാന ഒരുക്കങ്ങളാണ്, അതിന്റെ സജ്ജീകരണങ്ങളാണ് നമുക്ക് AICCയിൽ കാണാൻ കഴിയുന്നത്. ആദരവോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ AICC ആസ്ഥാനത്ത് സജ്ജമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇവിടെ നേതാക്കൾ എത്തിത്തുടങ്ങും. നേരത്തെ നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 8:30 മണി മുതലാണ് ഇവിടെ പൊതുദർശനം ആരംഭിക്കുക. ഏതായാലും ഇവിടെ അന്ത്യകർമ്മങ്ങൾ നടത്തണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കട്ടെ, സ്മാരകം നിർമ്മിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം എന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. രാജ്ഘട്ടിലെ ശക്തിസ്ഥലിൽ തന്നെ സ്മാരകം നിർമ്മിക്കണം, സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഏതായാലും അത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര സർക്കാരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ മതി എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായി വന്നിരിക്കുന്നത്. ഏതായാലും സ്മാരകം നിർമ്മിക്കുന്ന കാര്യത്തിൽ എവിടെ വേണം എന്ന കാര്യം പിന്നീട് ആലോചിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും വലിയ ആദരവോടുകൂടി ഇപ്പോൾ മൻമോഹൻ സിംഗിനെ വിട പറയാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം 8 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്ക് അന്ത്യയാത്ര നൽകുന്നതിനുള്ള അവസരമാണ് ഏതായാലും ഒരുക്കുന്നത്. 1 മണിക്കൂർ സമയമായിരിക്കും ഇവിടുത്തെ AICC ആസ്ഥാനത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഇവിടെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കായാലും നേതാക്കൾക്കായാലും വന്ന് ഇപ്പോൾ AICC ആസ്ഥാനത്തെ ഈ പുൽത്തകിടിയിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് ആയിരിക്കും ഭൗതിക ശരീരം കിടത്തുക. അവിടെ വന്ന് മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പൂക്കൾ അർപ്പിച്ച് മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഏതായാലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബാംഗങ്ങൾ, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ നേതൃനിര, ഒപ്പം തന്നെ സാധാരണ പ്രവർത്തകർ, അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യം തന്നെയായിരിക്കും AICC ആസ്ഥാനത്ത് ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ വിലാപ യാത്രയോടെയായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്ര നടക്കുക. അല്പസമയം മുമ്പ് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരത്തിൽ അർപ്പിക്കാനുള്ള പൂക്കളൊക്കെ തന്നെ ഇവിടെ AICC ആസ്ഥാനത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശക്തിസ്ഥലിലേക്ക് 9:30 മണിയോടെയായിരിക്കും, അതായത് ഏകദേശം 1 മണിക്കൂറായിരിക്കും AICC ആസ്ഥാനത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുക, അല്ലേ പി ആർ സുനിൽ? മാത്രമല്ല ആ AICC ആസ്ഥാനത്ത് വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന 2004 മുതൽ 2014 വരെയുള്ള സമയങ്ങളിൽ ഒരു നിശബ്ദ സാന്നിധ്യമായി അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര ഒരുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആസ്ഥാനം. തീർച്ചയായും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒപ്പമുണ്ടാവും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അല്പസമയത്തിനുള്ളിൽ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് വരുമെന്നാണ് കരുതുന്നത്. അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഈ നിതംബോധ് ഘട്ടിലേക്ക് പി ആർ സുനിൽ? അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 1 മണിക്കൂർ സമയമായിരിക്കും ദില്ലിയിലെ AICC ആസ്ഥാനത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം കിടത്തുക. ആ 1 മണിക്കൂർ സമയം എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസിനൊക്കെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര നൽകുന്നതിനുള്ള അവസരമാണ്, ആദരാഞ്ജലി നൽകുന്നതിനുള്ള അവസരമാണ്. ഇവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് ഏതാണ്ട് 10 കിലോമീറ്ററിലധികം ദൂരം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 10 കിലോമീറ്ററോളം ദൂരം ചെങ്കോട്ടയ്ക്ക് സമീപമാണ് നിഗംബോധ് ഘട്ട്. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള യമുന തീരത്തെ ഘാട്ട്, നിഗംബോധ് ഘാട്ടിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ചെങ്കോട്ടയ്ക്ക് പുറകിലൂടെയുള്ള റോഡിലൂടെ വിലാപയാത്ര നീങ്ങും.
അതിനുശേഷം ചെങ്കോട്ടയ്ക്ക് അടുത്ത് ആയുള്ള നിഗംബോധ്ഘട്ടിലെ ഗേറ്റിലൂടെയായിരിക്കും ഭൗതിക ശരീരം ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് ഗംഗാ തീരത്താണ് സംസ്കാര ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും 11:45 ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് ഏതായാലും ദില്ലിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക, മതാചാര ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ. അത് പല മതവിഭാഗങ്ങൾക്കും പല രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഇത് അധിക സമയം നീണ്ടു നിൽക്കാത്ത ഒരു ആചാരമായിരിക്കും. സിഖ് ആചാരപ്രകാരമാണ് അന്നു മുതൽ ഇന്നുവരെ തൻ പിന്തുടർന്നിരുന്ന മതാചാരത്തിൽ ഒരു വ്യത്യാസവും അദ്ദേഹം കാണിച്ചിരുന്നില്ല. പൂർണ്ണമായും സെക്കുലറായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ആ തലപ്പാവ് തന്നെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിലെ ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ തലച്ചോറും തലപ്പാവും ഐഡൻറ്റിറ്റിയാണ് എന്ന് പണ്ട് നേതാക്കൾ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ പൂർണ്ണമായിട്ടും മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാവുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല എൻ്റെ ഒരു സംശയം, പ്രേക്ഷകരുടെ ഒരു സംശയം ഇതാണ്, ഈ നിഗംബോധ് ഘട്ടിൻ്റെ ഒരു പ്രത്യേകത അത് ഒരു പൊതുശ്മശാനത്തിൻ്റെ സ്വഭാവമുള്ള സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കുക സാധ്യമല്ല. എന്നാൽ അതേസമയം ഇപ്പോൾ വീർസ്ഥലിലോ ശക്തിസ്ഥലിലോ ഇത്തരം ഒരു കർമ്മം നടത്താൻ ഇപ്പോൾ അനുവാദം കൊടുക്കണ്ട എന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പ്രത്യേക സ്ഥലം പിന്നീട് സ്മാരകത്തിന് അനുവദിക്കാം എന്നതാണ് കേന്ദ്രത്തിൻ്റെ നിലപാടല്ലേ? ആ വിഷയത്തിൽ അതിനകത്ത് ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ. തീർച്ചയായും നിഗംബോധ് ഘട്ട് എന്നത് പൊതുശ്മശാനമാണ്. മറ്റ് എല്ലാവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു സ്ഥലമാണ്. അതേസമയം ഇതിന് മുൻപുള്ള അന്തരിച്ച പ്രധാനമന്ത്രിമാരുടെ സംസ്കാര ചടങ്ങുകളും അന്ത്യകർമ്മങ്ങളും ഒക്കെ തന്നെ നടത്തിയത് ഇത്തരത്തിൽ രാജ്ഘട്ടിലോ അതല്ലെങ്കിൽ ഈ രാജ്ഘട്ടിനോട് അടുത്ത പ്രദേശങ്ങളിലൊക്കെയാണ്, ഈ ശക്തിസ്ഥലിലൊക്കെയാണ് ഈ സംസ്കാര ചടങ്ങുകളും അന്ത്യകർമ്മങ്ങളും ഒക്കെ തന്നെ നടത്തിയത്. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനും ആ രീതിയിലുള്ള ഒരു ആദരവ് നൽകണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കട്ടെ, മറ്റ് തീരുമാനങ്ങൾ പിന്നീട് കൈക്കൊള്ളാം, സ്മാരകം നിർമ്മിക്കുന്ന കാര്യം പിന്നീട് കൈക്കൊള്ളാം, അതെവിടെ വേണം എന്ന കാര്യവും പിന്നീട് ആലോചിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പോലെ ഒരു സ്മാരക നിർമ്മാണം ഈ ശക്തിസ്ഥൽ പ്രദേശത്ത് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ തൽക്കാലം സംസ്കാര ചടങ്ങുകൾ രാജ്ഘട്ടിനോട് ചേർന്നുള്ള ഈ ശക്തിസ്ഥലിൽ അനുവദിക്കാനാകില്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്, ഒരു വിവാദ വിഷയമാണ്. ഏതായാലും ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ഈ സമയത്ത് തീർച്ചയായും കോൺഗ്രസ് അതിലൊരു പ്രതിഷേധമോ അക്കാര്യത്തിലൊരു എതിർപ്പോ ഏതായാലും തൽക്കാലം ഇപ്പോൾ ഇന്ന് ഈ നിമിഷത്തിൽ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാം എന്താണ് അവർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന കാര്യം. ഏതായാലും ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. തീർച്ചയായും വിശ്വാസിയാണ്. അപ്പോൾ സിഖ് ആചാരപ്രകാരം തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വളരെ ഒരു ചെറിയ ചടങ്ങുകൾ മാത്രമേ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു 11:30 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുകയാണെങ്കിൽ 11:45 സംസ്കാര ചടങ്ങുകൾ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും രാജ്യം അഭിമാനത്തോടെ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്, അന്ത്യവിട നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച, ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. തീർച്ചയായിട്ടും പി എസ് സുനിൽ അവിടെ തുടരുക. നമുക്ക് കൂടുതൽ നേതാക്കൾ എത്തുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകണം. ACCയുടെ ആസ്ഥാനം ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര നൽകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. 8:30 അദ്ദേഹത്തിൻ്റെ ജൻപത് 3 വസതിയിൽ നിന്നും കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തേക്ക് എത്തിക്കുക. അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്, പി എസ് സുനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ജൻപത് 3 നമ്മുടെ പ്രതിനിധി നോബൽ മാരിക്കാരനുമുണ്ട്.